2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ മണ്ഡലം ഒരു സ്റ്റാർ മണ്ഡലമായിട്ട് മാറുകയാണ്. ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമാണ് ഈ പാലാ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ തന്നെ പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് BJP സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്ന ഷോൺ ജോർജ് ശക്തനായ ഒരു മത്സരാർത്ഥിയായിട്ട് ഓരോ ദിവസം കഴിയുന്തോറും മാറുകയാണ്. എന്ന് വെച്ചാൽ അവിടെ പ്രധാനമായിട്ട് 3 മത്സരാർത്ഥികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് UDF മത്സരാർത്ഥിയായിട്ടുള്ള മാണി സി കാപ്പൻ, 2 LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോസ് കെ മാണി, 3 NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷോൺ ജോർജ്. ഇതിൽ മാണി സി കാപ്പൻ ഓൾറെഡി അവിടെ ഒരു MLA ആയിട്ടുള്ള വ്യക്തിയാണ്, നിലവിലെ MLA ആണ് അദ്ദേഹം. അത്യാവശ്യം ശക്തമായിട്ടുള്ള ജനപ്രീതിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. UDF ശക്തമായ അടിത്തറയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാല എന്ന് പറയുന്നത്. ജോസ് കെ മാണിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ KM മാണിയുടെ മകനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ KM മാണിയുടെ ഒരു സ്വാധീനം ആ ഒരു മണ്ഡലത്തിൽ ഉള്ളതാണ്. ആ ഒരു മണ്ഡലത്തെ മാണി സി കാപ്പനിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. പക്ഷെ BJP സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഷോൺ ജോർജ് ഈ 2 പേരെയും കടത്തി വെട്ടിക്കൊണ്ട് പ്രചാരണങ്ങളിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഷോൺ ജോർജ് വളരെ യങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ വിഷനുള്ള ഒരു ലീഡറാണ്. പുള്ളിയുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ, സ്റ്റേറ്റ്മെന്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ദീർഘവീക്ഷണമുള്ള ഒരു വിഷനുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു ലീഡറാണ് ഷോൺ ജോർജ് എന്ന് കാണാൻ കഴിയും. ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് ഇടപെടുന്ന ഷോൺ ജോർജിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് PC ജോർജിന്റെ മകനാണ് അദ്ദേഹം. PC ജോർജ് മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റീഷ്യനാണ്. ആ നിലയ്ക്ക് വളരെ വലിയൊരു സ്വാധീനം വളരെ മുമ്പേ തന്നെ ഷോൺ ജോർജിന് മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആ ഒരു വിഷനും കൃത്യമായിട്ട് ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അദ്ദേഹത്തിന്റെ ഒരു ശൈലിയും കാണുമ്പോൾ തീർച്ചയായിട്ടും മാണി സി കാപ്പനും ജോസ് കെ മാണിക്കും ശക്തമായ മത്സരം, ഒരു വെല്ലുവിളിയായിട്ട് ഷോൺ ജോർജ് മാറുകയാണ്. സാധാരണ രീതിയിൽ UDF LDF ഉള്ള ഒരു വോട്ട് ഷെയർ NDA മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഷോൺ ജോർജ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് വന്നതോടെ കാര്യങ്ങൾ അടിമുടി മാറുകയാണ്. ഇവിടെ എന്തുകൊണ്ട് ഷോൺ ജോർജിന് പ്രാധാന്യം ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, പരമ്പരാഗതമായ പാർട്ടി വോട്ടിന് പുറത്ത് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ ഷോൺ ജോർജിന് ഉള്ളതായി തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം പരിശോധിച്ചാൽ 2014 മുമ്പ് BJP കിട്ടിക്കൊണ്ടിരുന്ന ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് BJP തെരഞ്ഞെടുപ്പുകളെ നേരിടുമ്പോൾ ഒരു മിനിമം ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് BJP കിട്ടും. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് 2014 ഒറ്റയ്ക്ക് BJP കേവല ഭൂരിപക്ഷം ദേശീയ തലത്തിൽ നേടിക്കൊടുക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടിയാണ്. അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രഭാവം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് അവിടെ വഹിച്ചിട്ടുണ്ട്. ഇവിടെ പാലാ മണ്ഡലത്തിൽ മാണി സി കാപ്പനും ജോസ് കെ മാണിക്കും ഇല്ലാത്തൊരു വ്യക്തി പ്രഭാവം ഉണ്ടാക്കാൻ ഷോൺ ജോർജിന് കഴിയുന്നുണ്ട്. മാത്രമല്ല, ഈ NDA BJP ഒക്കെ നേരത്തെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെ അല്ല. കഴിഞ്ഞ 3 ടേമായിട്ട് ദേശീയ രാഷ്ട്രീയം കൈയാളുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് BJP. അപ്പോൾ BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ഒരു വ്യക്തിയെ വിജയിപ്പിച്ചാൽ തങ്ങളുടെ നാട്ടിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം പൊതുവെ പാലായിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നിരവധി വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ ഇത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ പാലായിൽ ഇതുവരെ BJP വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇത്തവണ BJP വിജയിക്കാനുള്ള സാധ്യത പോലും പാലായിൽ നിലനിൽക്കുന്നുണ്ട്. ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ഇതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നത് പറയാതെ വയ്യ. UDF LDF ഉറച്ച വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുവാൻ ഷോൺ ജോർജിന് കഴിഞ്ഞേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് ചിലപ്പോൾ വഴിവെച്ചേക്കാം. BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയും മോദി സർക്കാരിന്റെ വികസന അജണ്ടയും പാലായിൽ ഷോൺ ജോർജിനും വളരെയധികം ഗുണം ചെയ്യും. ഇത്തവണ അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ ഫിനിഷ് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാല എന്ന് പറയുന്നത്. പ്രാദേശികമായിട്ട് നിരവധി പ്രശ്നങ്ങൾ അവിടെയുള്ള ജനങ്ങൾ നേരിടുന്നുണ്ട്. റബ്ബറിന്റെ വില മുതൽ ബിസിനസ് മേഖലയിൽ ഉണ്ടായ തകർച്ച, സാമ്പത്തിക പ്രതിസന്ധി, കുട്ടികൾ, പഠിച്ചു വരുന്ന തലമുറയിൽപ്പെട്ട പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ രാജ്യം വിട്ടു പോകാനായിട്ട് കാണിക്കുന്ന ഒരു ടെൻഡൻസി, തൊഴിലില്ലായ്മ, അങ്ങനെ നിരവധി വിഷയങ്ങൾ. അതോടൊപ്പം തന്നെ കണക്ടിവിറ്റി, റോഡ് വികസനത്തിൽ പലയിടങ്ങളിലും പാല ഇപ്പോഴും വെല്ലുവിളി അല്ലെങ്കിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എറണാകുളവുമായിട്ടുള്ള കണക്ടിവിറ്റി, എറണാകുളവുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു മണ്ഡലമായിട്ടും കണക്ടിവിറ്റി പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് വെല്ലുവിളികൾ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾ നേരിടുന്നുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഷോൺ ജോർജ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുൻപിപ്പോൾ നേരത്തെയുള്ള ജോസ് കെ മാണിയാണെങ്കിലും മാണി സി കാപ്പനാണെങ്കിലും ജനങ്ങൾക്ക് അറിയാവുന്ന നേതാക്കളാണ്.
ഇപ്പോൾ മാണി സി കാപ്പൻ നിലവിലെ MLA ആണ്. അപ്പോൾ അവരുടെയൊക്കെ ശൈലിയും ഭരണവും അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രവർത്തനവും ഒക്കെ കണ്ടിട്ടുണ്ട് ജനങ്ങൾ. എന്നാൽ ഷോൺ ജോർജ് കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് സ്വീകരിക്കുന്നത്. കൃത്യമായ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന് അവർക്ക് പരിഹാരം കണ്ടെത്താനുള്ള മാർഗങ്ങളടക്കം പറഞ്ഞുകൊണ്ട് ആണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് തീർച്ചയായിട്ടും പാലായിൽ ജനങ്ങൾ പൊതുവേ കാണാത്തൊരു ശൈലിയാണ് ഷോൺ ജോർജിന്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.